ധനകാര്യത്തിലേക്ക് സ്വാഗതം. മാർക്കറ്റ് അടുത്ത ആഴ്ച എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ നിഫ്റ്റി 1.6% നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സായ ഇന്ത്യ വിക്സ് 12.8% വർദ്ധിച്ച് 16.10 നിൽക്കുന്നത്. ഇതൊരു മാർക്കറ്റ് റാലിയെ കാണിക്കുന്നു. ബ്ലോക്ക് ഡീല് ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ 8,228 കോടിയുടെ ബ്ലോക്ക് ഡീലാണ് നടന്നത്. അതിൽ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും ഉൾപ്പെടെയാണ്. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഉൾപ്പെടെയുള്ളതാണ്. അതിൽ ലാർജ് ക്യാപ്പിൽ പ്രധാനമായും ടോറൻറ്റ് ഫാർമ, ICICI ബാങ്ക്, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഡീൽ നടന്നത്. മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 1,371 കോടി രൂപയുടെ ബ്ലോക്ക് ഡീലാണ് നടന്നത്. അതിൽ ഇൻഡസ് ടവേഴ്സ്, ലോറസ് ലാബ് തുടങ്ങിയവ പ്രധാനമായിട്ടും കൂടുതൽ ബ്ലോക്ക് ഡീൽ നടന്നതാണ്. സ്മോൾ ക്യാപ്പിൽ 812 കോടിയുടെ ബ്ലോക്ക് ഡീലാണ് നടന്നത്. അതിൽ പ്രധാനമായും രാംകോ ഇൻഡസ്ട്രീസ്, 5 സ്റ്റാർ ബിസിനസ് ഫൈനാൻസ്, ജീനിയസ് ഇൻഡസ്ട്രിയൽസ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളിലാണ് കൂടുതൽ ബ്ലോക്ക് ഡീൽ നടന്നത്. അതുപോലെ ഫോറിൻ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഈ മാസം ഇതുവരെ 26,533 കോടിയുടെ വിൽപ്പനയാണ് നടത്തിയത്. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് പോയാൽ ഇപ്പോൾ നിഫ്റ്റി വ്യാപാരം നടക്കുന്നത് 200 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലാണ്. അതായത് 23,500 മുകളിലാണ്. 23,500 മുകളിലോട്ട് വ്യാപാരം നടക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു കയറ്റത്തിനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ 23,650 അത് കഴിഞ്ഞാൽ 23,500 സ്വാഭാവികം 23,500 മുകളിൽ കയറിയത് കൊണ്ട് തന്നെ ഇതിന് ഒരു മൂവ്മെൻറ്റ് കാണും. ഈ റെസിസ്റ്റൻസ് 24,000, 24,250 വരെയുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റാസ് നോക്കുകയാണെങ്കിൽ 24,000-ൻ്റെയും 24,100-ൻ്റെയും കോൾ സ്ട്രൈക്കും, അതുപോലെ പുട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ 23,090, 23,900, 23,800 സ്ട്രൈക്കുകളാണ് കൂടുതൽ നടന്നിട്ടുള്ളത്. അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ട് മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്വാഭാവികമായും ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സംസ്ഥാനവും ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവുമാണ് മഹാരാഷ്ട്ര. അതുകൊണ്ട് തന്നെ ആ സർക്കാരിൻ്റെ എക്കണോമിക് പോളിസിയും ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് പോളിസികളും ഒക്കെ അംഗീകരിച്ചു എന്നുള്ള ഒരു സൈനാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സർക്കാർ കൂടുതൽ പവറോടുകൂടി അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇമ്മീഡിയറ്റായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ 23,960, 24,000 അതുപോലെ തന്നെ 24,000 മുകളിലോട്ട് പോയാൽ 24,500 വരെയും പോകാം. ഇനി ഡൗൺ സൈഡ് താഴോട്ട് വരികയാണെങ്കിൽ 23,750, 23,350 വരെയും പോകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് മാർക്കറ്റിൽ സെക്ടർ സ്പെസിഫിക്കേഷനിലൂടെ സ്റ്റോക്ക് സ്പെസിഫിക്കേഷനിലും നോക്കുന്നതും നല്ലതാണ്. എന്തായാലും മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ കയറാനുള്ള സാധ്യതയാണുള്ളത്. ഒരു മാർക്കറ്റ് റാലി തന്നെ ഒരു 500 പോയിൻ്റ് എബോവ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ ഒരു 500 പോയിൻ്റ് എബോവ് വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ 3/4 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ട്രേഡ് ചെയ്യാവൂ. വരുന്ന ആഴ്ച വേറെ IPOസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മേജർ പ്ലാറ്റ്ഫോമിൽ IPOs ഒന്നും വരാനില്ല. പക്ഷേ ഉള്ളത് SME പ്ലാറ്റ്ഫോമിലുള്ള IPOs. രാജേഷ് പവർ സർവീസസ് ഒരു കൺസൾട്ടൻസിയാണ്, ട്രാൻസ്ഫോർമേഷനും സ്റ്റേറ്റ് കൺസൾട്ടൻസി സർവീസാണ്, അങ്ങനെയുള്ള സെക്ടറാണ്.
167 കോടി രൂപയുടെ IPOs ആണ് അവർ ഓപ്പൺ ചെയ്യുന്നത്. അത് നവംബർ 25 മുതൽ നവംബർ 27 വരെയാണ്. പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 319, 355 അടുത്തത് രാജപുത്താന ബയോ ഡീസലാണ്. ഇത് ഓപ്പൺ ചെയ്യുന്നത് നവംബർ 26, 28 ക്ലോസ് ചെയ്യും. ഏതാണ്ട് 19 ലക്ഷം ഷെയർസാണ് അവർ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത്. പ്രൈസ് ബാൻഡ് 123, 130. ഒരു ലോട്ട് എന്ന് പറയുന്ന 1000 ഷെയറാണ്. ഇതവർ മെയിനായിട്ട് ചെയ്യുന്നത് ബയോ ഫ്യൂവൽസും അതിൻ്റെ ബൈ പ്രോഡക്റ്റുമാണ് അവർ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ആൽഫ പവർ ആൻഡ് സ്റ്റീലാണ്. നവംബർ 27 മുതൽ ഓപ്പൺ ചെയ്ത് 29 അത് ക്ലോസ് ചെയ്യുന്നത്. ഇതിന് ഫിക്സഡ് പ്രൈസാണ് 75 രൂപയാണ് പെർ ഷെയർ പറയുന്നത്. ഇത് കാസ്റ്റിംഗ് ആൻഡ് മാനുഫാക്ചറിങ്, അയൺ ആൻഡ് സ്റ്റീൽ സെക്ടറിലൊക്കെ വരുന്നതാണ് ഒരു പ്രോഡക്റ്റ്. അടുത്തതായിട്ട് വരുന്നത് അപ്പെക്സ് എക്കോടെക് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഇത് 27 ഓപ്പൺ ചെയ്ത് 29 ക്ലോസ് ചെയ്യുന്നതാണ്. പ്രൈസ് 73 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വില അവർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് കോംപ്രഹെൻസീവ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇനി ലിസ്റ്റ് ചെയ്യാൻ ഈ ആഴ്ചയായിട്ട് സാധ്യതയുള്ളത് പ്രധാനമായിട്ടുള്ളത് എൻവിറോൺ ഇൻഫ്ര എൻജിനീയേഴ്സ്, NTPC ഗ്രീൻ തുടങ്ങിയവ അടുത്ത ആഴ്ച ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളതാണ്.